ശ്രീലങ്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ പാർലമെന്റ് പിരിച്ചുവിട്ട് അനുരകുമാര ദിസനായകെ നവംബർ 14 പൊതുതെരഞ്ഞെടുപ്പ് നടക്കും. ശ്രീലങ്കയുടെ 16ാമത് പ്രധാനമന്ത്രിയായി ഹരിണി അമരസൂര്യ ഇന്നലെ ചുമതലയേറ്റു. കാലാവധി അവസാനിക്കാൻ 11 മാസം ശേഷിക്കെയാണ് ശ്രീലങ്കൻ പാർലമെന്റ് പിരിച്ചുവിട്ടത്. പാർലമെന്റ് അംഗവും മുൻ സർവകലാശാല അധ്യാപികയുമായ ഹരിണി അമരസൂര്യയെ ഇന്നലെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചതിന് പിന്നാലെയാണ് പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ നടപടി. നിലവിലെ പാർലമെന്റിൽ 225 സീറ്റിൽ കേവലം 3 സീറ്റുകളാണ് ദിസനായകയുടെ NPP മുന്നണിക്കുണ്ടായിരുന്നുള്ളൂ. ഇതാണ് പാർലമെന്റ് പിരിച്ചുവിട്ട് ജനവിധി തേടാൻ അനുരകുമാര ദിസനായകയെ പ്രേരിപ്പിച്ചത്. ശ്രീലങ്കയിൽ പ്രധാനമന്ത്രിയാകുന്ന 3ാമത്തെ വനിതയാണ് ഹരിണി അമരസൂര്യ. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഹിന്ദു കോളേജിൽ വിദ്യാർത്ഥിനിയായിരുന്നു. സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ 54-കാരിയായ ഹരിണി അമരസൂര്യ 2020 പൊതുതെരഞ്ഞെടുപ്പിൽ അനുരകുമാര ദിസനായകയുടെ JVP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച പാർലമെന്റ് അംഗമാണ്. ലിംഗസമത്വത്തിനായും അവകാശങ്ങൾക്കുമായുള്ള പോരാട്ടങ്ങളിലൂടെ ഉയർന്നുവന്ന നേതാവാണ് ഹരിണി അമരസൂര്യ. നീതിന്യായം, വിദ്യാഭ്യാസം, ആരോഗ്യം, വനിതാകാര്യം, തൊഴിൽ എന്നീ വകുപ്പുകൾ ഹരിണിക്കാണ് നൽകിയിട്ടുള്ളത്. മറ്റൊരു MP-യായ വിജിത ഹെരാത്തിനെ വിദേശകാര്യമന്ത്രിയാക്കി. പ്രതിരോധം, ഊർജം, കൃഷി തുടങ്ങിയ വകുപ്പുകൾ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയാണ് കൈകാര്യം ചെയ്യുക. 2020 ഓഗസ്റ്റിലാണ് ശ്രീലങ്കയിലെ അവസാന പൊതുതെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.